ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈപ്പിങ്ങിലെ ഫിറ്റിങ്സിനെ കുറിച്ചാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് അതേപോലെ തന്നെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫിറ്റിങ്സാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് എൽബോസാണ്. എൽബോ നമുക്ക് എല്ലാവർക്കും അറിയാം. എൽബോയ്ക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നുണ്ട്. 45 ഡിഗ്രി എൽബോ വരുന്നുണ്ട്, അതേപോലെ തന്നെ 90 ഡിഗ്രി എൽബോയും വരുന്നുണ്ട്. ഇപ്പോൾ 90 ഡിഗ്രി എൽബോനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ലോങ് റേഡിയസ് എൽബോയും അതേപോലെ ഷോർട്ട് റേഡിയസ് എൽബോയും. ഇതിലിപ്പോൾ നമുക്ക് ഒരു എൽബോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയാമീറ്റർ ക്യാപിറ്റൽ ഡി ആണ്. അതിൻ്റെ ബോർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു റേഡിയസ് എടുത്തിട്ട് നമ്മളിപ്പോൾ ഫിഗറിൽ കാണുന്ന പോലെ ഉള്ള നമ്മളൊരു റേഡിയസിനാണ് ഈ ഡ്രോയിങ് വരയ്ക്കുക, എൽബോൻ്റെ ഡ്രോയിങ് വരയ്ക്കുന്നത്. അപ്പോൾ ആ റേഡിയസും അതേപോലെ എൽബോൻ്റെ ഡയാമീറ്ററും അത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ ഷോർട്ട് റേഡിയസ് എൽബോ ആണെന്നാണ് പറയാം. അതേപോലെ തന്നെ ആ റേഡിയസ് എന്ന് പറയുന്നത് R=1.5D, അതായത് ഡയാമീറ്ററിൻ്റെ 1.5 ടൈംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലോങ് റേഡിയസ് എൽബോ എന്നാണ് പറയാം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരെണ്ണത്തിന് റേഡിയസ് കുറവും ഒരെണ്ണത്തിന് റേഡിയസ് കൂടുതലായിരിക്കും. അപ്പോൾ ഷോർട്ട് റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണിക്കുന്ന R എന്ന് പറഞ്ഞ വാല്യൂ ഡയാമീറ്ററിന് ഈക്വൽ ആയിരിക്കും. ലോങ് റേഡിയസ് ആണെന്നുണ്ടെങ്കിൽ R എന്ന് പറയുന്ന വാല്യൂ 1.5 ഇൻറ്റു ഡയാമീറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് രണ്ടാമത്തെ ഫിറ്റിങ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് 180 ഡിഗ്രി ബെൻഡാണ്. 180 ഡിഗ്രി ബെൻഡ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയും. ഓക്കെ, അത് കൂടുതൽ പറയാനൊന്നുമില്ല, നമുക്ക് ആ ഫിഗർ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ. ദെൻ മൂന്നാമത്തെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് T ആണ്. T ജോയിൻറ്റ്. T നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ടീസ് നമുക്കൊരുവിധം എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ഫിറ്റിങ്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് T എന്ന് പറയുന്നത്. T മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റത്തെ ഈക്വൽ Tയും ദെൻ ഇൻക്ലൈൻഡ് T വരുന്നുണ്ട്, റെഡ്യൂസിങ് T വരുന്നുണ്ട്. ഈക്വൽ T എന്ന് പറയുമ്പോൾ ആ ടീയുടെ 3 സൈഡ് ഉണ്ടല്ലോ, 3 പൈപ്പായിട്ട് കണക്ട് ചെയ്യുന്ന 3 സൈഡും ഈക്വൽ ഡയാമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഈക്വൽ T എന്ന് പറയും. ഇൻക്ലൈൻഡ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫിഗറിൽ കാണുന്ന പോലെ വൺ സൈഡ് ഇൻക്ലൈൻഡ് ആയിട്ട് സെർട്ടൻ ആംഗിളിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അതിനെ നമ്മൾ ഇൻക്ലൈൻഡ് T എന്നാണ് പറയുന്നത്. റെഡ്യൂസിങ് T എന്ന് പറയുമ്പോൾ ഡയാമീറ്റർ കുറച്ച് വരുന്ന ടീകളാണ് റെഡ്യൂസിങ് T എന്ന് പറയുന്നത്, ഫിഗറിൽ ഇപ്പോൾ കാണുന്ന പോലെ. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് നാലാമത്തെ ഫിറ്റിംഗ് ആയിട്ട് നമ്മൾ പറയുന്നത് ക്രോസാണ്. ക്രോസ് ഷേപ്പാണ് അതിനുണ്ടാവുക. അത് ഈക്വൽ ക്രോസ് ഉണ്ട്, റെഡ്യൂസിങ് ക്രോസ് ഉണ്ട്. രണ്ട് ക്ലാസിഫിക്കേഷനാണ് ക്രോസിന് വരുന്നത്, ഈക്വൽ ക്രോസും റെഡ്യൂസിങ് ക്രോസും. ഈക്വൽ ക്രോസ് എന്ന് പറയുമ്പോൾ എല്ലാ 4 ഭാഗവും സെയിം ഡയമീറ്റർ ആയിരിക്കും. റെഡ്യൂസിങ് ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാഞ്ചിങ് കൊടുക്കുന്നത് ഡയമീറ്റർ കുറവായിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ഫിറ്റിംഗ് വരുന്നത് ക്യാപ്പ് ആൻഡ് പ്ലഗ് ആണ്. ക്യാപ്സ് ആൻഡ് പ്ലഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പൈപ്പ് ലൈൻ ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ മെയിൻ്റനൻസിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ക്യാപ്പ് ആൻഡ് പ്ലഗ്. ഒന്നിൽ നമുക്ക് ഇന്നർ ത്രെഡ് ആയിരിക്കും, ഒന്നിൽ ഔട്ട് സൈഡ് ആയിരിക്കും ത്രെഡ് ഉണ്ടാവുക. ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആയിരിക്കും. ഓക്കെ, ഇൻസൈഡാണ് ത്രെഡ് എന്നുണ്ടെങ്കിൽ അതിന് ഫീമെയിലാണ് എന്നാണ് നമ്മൾ പറയാം. അതേപോലെ തന്നെ ഔട്ട് സൈഡാണ് ത്രെഡ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മെയിൽ എന്നാണ് പറയാം. ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്യാപ്പും ത്രെഡും രണ്ടും സെയിം പർപ്പസ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ഫിറ്റിംഗ് ആയിട്ട് വരുന്നത് നമുക്ക് റെഡ്യൂസറാണ്. റെഡ്യൂസർ നമുക്കറിയാം, വലിയ ഡയമീറ്ററിൽ നിന്ന് ചെറിയ ഡയമീറ്ററിലേക്ക് മാറ്റാനാണ് സാധാരണ നമ്മൾ റെഡ്യൂസർ ഉപയോഗിക്കുന്നത്. അതിൽ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, എക്സെൻട്രിക് റെഡ്യൂസറും അതേപോലെ തന്നെ കോൺസെൻട്രിക് റെഡ്യൂസറും. കോൺസെൻട്രിക് റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിൽ നിന്നും ഒരേപോലെ ഡയമീറ്റർ കുറഞ്ഞ്, അതായത് സെൻട്രൽ ലൈൻ സെയിം തന്നെയായിരിക്കും. വലിയ ഡയമീറ്ററിൻ്റെയും അതുപോലെ ചെറിയ ബോറിൻ്റെയും, വലിയ ബോറിൻ്റെയും ചെറിയ ബോറിൻ്റെയും സെൻട്രൽ ലൈൻ സെയിം തന്നെയായിരിക്കും. എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെയാണ് സൈസ് കുറഞ്ഞു വരുന്നത്. അതിനെ കോൺസെൻട്രിക് റെഡ്യൂസർ എന്ന് പറയും. എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ഡയമീറ്റർ കുറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. അതപ്പോൾ നമുക്കതിൻ്റെ സെൻട്രൽ ലൈൻ ചേഞ്ച് ചെയ്തിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ദെൻ അടുത്ത വരുന്നത് സ്റ്റബ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അത് കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. നമുക്ക് ടെക്നിക്കലി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ സ്റ്റബ് എൻഡ് അറിയുന്നുണ്ടാവുള്ളൂ. അതായത്
ഫ്ലാഞ്ചിൽ ഉപയോഗിക്കുന്ന ചില ടൈപ്പ് ഫ്ലാഞ്ചിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് സ്റ്റബ് എൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. സ്റ്റബ് എൻഡ് മുകളിലേക്ക് കയറി കിടക്കുന്ന ഒരു അതായത് ഒരു സൈഡ് ഫ്ലൈഡ് ആയിരിക്കും. ഫ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീതി കൂടിയ സൈഡായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് പൈപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമായിരിക്കും. അപ്പോൾ ഈ ഫ്ലൈഡ് ആയിട്ടുള്ള സൈഡ് ഉണ്ട്, പൈപ്പായിട്ട് കണക്ട് ചെയ്യുന്ന സൈഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറക്കിയിടും. എന്നിട്ട് ഇറക്കിയിടുമ്പോൾ താഴത്തെ പൈപ്പായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം താഴേക്ക് ഇറങ്ങിപ്പോവും. അതുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് പൈപ്പ് കണക്ട് ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു പൈപ്പിൻ്റെ ഫിറ്റിങ്സ് വരും. അപ്പോൾ സ്റ്റബ് എൻഡ് ടു സ്റ്റബ് എൻഡാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നെറ്റും ബോൾട്ടിട്ട് ഫ്ലാഞ്ച് ഇങ്ങനത്തെ ഫ്ലാഞ്ച് ഫിറ്റ് ചെയ്യുമ്പോൾ സ്റ്റബ് എൻഡ് ടു സ്റ്റബ് എൻഡാണ് കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പൈപ്പിൽ കൂടെ പോകുന്ന ഫ്ലൂയിഡ് ഫ്ലാഞ്ചുമ്പോൾ ടച്ച് ചെയ്യുന്നില്ല. സ്റ്റബ് എൻഡിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ കൊറോസീവ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ലിക്വിഡാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റബ് എൻഡ് മാത്രം സെർട്ടൻ മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ മതി. നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽ സെർട്ടൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ ഫ്ലാഞ്ച് മുഴുവനായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ കൂടുതൽ മെറ്റീരിയൽ യൂസ് ആവും, കോസ്റ്റ് കൂടും. അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ബോൾട്ടും നെട്ടൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ സ്റ്റബ് എൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റബ് എൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ചെറുതായിട്ട്. ഓക്കെ, അതാണ് സ്റ്റബ് എൻഡിൻ്റെ മെയിനായിട്ട് ഉപയോഗം വരുന്നത്. ദെൻ പിന്നെ വരുന്നത് കപ്ലിംഗ് ആണ്. കപ്ലിങ് കണക്ട് ചെയ്യാൻ, അതായത് രണ്ട് പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് കപ്ലിങ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കപ്ലിംഗ് എന്നുള്ള വേർഡൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫുൾ കപ്ലിംഗ് വരുന്നുണ്ട്, ഹാഫ് കപ്ലിംഗ് വരുന്നുണ്ട്, റെഡ്യൂസിങ് കപ്ലിംഗ് വരുന്നുണ്ട്. ഇതിൽ ഒരു സൈഡ് നമുക്ക് വെൽഡിംഗ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ ഒരു സൈഡ് ത്രെഡും മറ്റേ സൈഡിൽ വെൽഡിംഗ് ആണ്, അങ്ങനത്തെ ഷേപ്പ് ഇതാണ് ഫാസ്റ്റനിങ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഹാഫ് കപ്ലിംഗ് എന്നാണ് പറയുക. റെഡ്യൂസിങ് കപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഡയമീറ്റർ കുറഞ്ഞു വരുന്ന ടൈപ്പ് കപ്ലിങ്ങിനെയാണ് റെഡ്യൂസിങ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ സ്വാഗ് നിപ്പിൾ എന്നൊരു സംഭവമുണ്ട്. അതിലും സ്വാഗ് നിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് നിപ്പിൾ അല്ലെങ്കിൽ റെഡ്യൂസറിൻ്റെ സെയിം ഇത് തന്നെയാണ്, ഷേപ്പ് തന്നെയാണ് വരിക. ചെറിയ സൈസായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് 2 ടൈപ്പ് ഉണ്ട്. നേരത്തെ റെഡ്യൂസർ 2 ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ കോൺസെൻട്രിക്കും ഉണ്ട്, എക്സെൻട്രിക്കും ഉണ്ട്. ദെൻ പിന്നെ വരുന്നത് യൂണിയനാണ്. യൂണിയനും ഈ നേരത്തെ പറഞ്ഞ കപ്ലിംഗ് പറഞ്ഞ പോലെ തന്നെ 2 പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് യൂണിയൻ ഉപയോഗിക്കുന്നത്. പക്ഷേ യൂണിയൻ്റെ കാര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് അറ്റാച്ച് ചെയ്യാനും ആവശ്യമുള്ള സമയത്ത് അത് ഡിറ്റാച്ച് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് വേർപ്പെടുത്തി വയ്ക്കാൻ പറ്റും. അതാണ് യൂണിയൻ്റെ പ്രത്യേകത. പിന്നെ നമുക്ക് വരുന്ന പൈപ്പിൻ്റെ ഫിറ്റിംഗ് ആണ് സ്പെക്ടക്കിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞ സംഭവം. സ്പെക്ടക്കിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൈപ്പ് ലൈൻ ഇടയ്ക്ക് ഓപ്പൺ ചെയ്യണം, അതേപോലെ ഇടയ്ക്ക് ക്ലോസ് ചെയ്യണം. അതായത് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസും കാര്യങ്ങളും വരുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ സ്പെക്ടക്കിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ തിരിച്ചാക്കി കഴിഞ്ഞാൽ അത് പൈപ്പ് ലൈൻ ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഫ്രീക്വൻ്റ്ലി നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആണെന്നുണ്ടെങ്കിൽ സ്പെക്ടക്കിൾ ബ്ലൈൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പൈപ്പ് ലൈൻ ക്ലോസ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. ഈ സ്പെക്ടക്കിൾ ബ്ലൈൻഡ് തന്നെ 2 പീസായിട്ടാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സ്പെയ്ഡ്സ് ആൻഡ് റിങ് സ്പേസർ എന്നാണ് പറയുക. അതാണ് അടുത്ത പൈപ്പ് ഫിറ്റിങ്. സ്പെയ്ഡ്സ് ആൻഡ് റിങ് സ്പേസർ, SPADES, സ്പെയ്ഡ്സ് ആൻഡ് റിങ് സ്പേസർ. അത് 2 പീസായിട്ട് ഒരെണ്ണം എടുത്തതിന് ശേഷം മറ്റേത് ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സ്പെക്ടക്കിൾ ബ്ലൈൻഡിൽ നമ്മൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിടുന്ന പോലെ അതുപോലെയല്ല, ഇതിൽ ഒരെണ്ണം എടുത്തതിന് ശേഷമാണ് ബ്ലൈൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വല്ലപ്പോഴും മാത്രമേ മെയിൻ്റനൻസ് വർക്ക് വരണമെന്നുള്ളതെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ സ്പെയ്ഡ്സ് ആൻഡ് റിങ് സ്പേസർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ പിന്നെ അടുത്ത ടൈപ്പ് വരുന്നത് ഓലറ്റ്. ഓലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ പൈപ്പിൽ നിന്ന് ഒരു കണക്ഷൻ, അതായത് ഹെഡർ പൈപ്പിൽ നിന്ന് നമ്മളൊരു ചെറിയൊരു ബ്രാഞ്ച് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സിലിണ്ടറിൽ നിന്ന് നമ്മളൊരു ബ്രാഞ്ച് എടുക്കുകയാണ്, കണക്ഷൻ എടുക്കുകയാണ്, ചെറിയ കണക്ഷൻ എടുക്കുകയാണ്. അതിനൊക്കെയാണ് നമ്മൾ സാധാരണ ഓലറ്റ് എന്ന് പറയാം. ഓലറ്റിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഓലറ്റ് എന്ന് പറയുന്നത് ബ്രാഞ്ച് കണക്ഷനാണ്. വലിയ ഹെഡർ പൈപ്പിൽ നിന്നൊരു കണക്ഷൻ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടറിൽ നിന്നൊരു കണക്ഷൻ എടുക്കുക. അങ്ങനെ കണക്ഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ ഓലറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള പൈപ്പിൻ്റെ ഫിറ്റിങ്സ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.